ഹലോ ഗായ്സ്, ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബറോസ് ദ്രീ ദി ഗാമ ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഒരു നല്ല ക്രിസ്മസ് ആശംസകളും കൂടി നമ്മളുടെ യൂട്യൂബിൽ നിന്ന് നേടുകയാണ്. നിങ്ങളുടെ വിലയേറെ സ്വപ്നങ്ങളും വിലയേറെ സംഭവങ്ങളുമൊക്കെ നടന്നു പോകട്ടെ. നമുക്ക് 3D സിനിമയുടെ ബറോസിനെ കുറിച്ചൊരു വിശേഷങ്ങൾ പറയാൻ. In a realm lost to time, where shadows conceal ancient secrets, a 400-year-old spirit, Baros, guards the legendary treasure of the Gama. For centuries, the treasure has remained untouched, awaiting the rightful heir, a descendant of the great Digama. As the world forgets, the treasure's guardian waits in the shadows, ever watchful. But the echoes of Dama's bloodline are awakening. The time has come for the heir to claim what is rightfully theirs. Baros is awakening here, where heritage is tested and the shadows of the past come alive. ബറോസ് 3D സിനിമ ഇറങ്ങിയത് 2020 ഡിസംബറിലായിരുന്നു. 2021 സ്റ്റാർട്ടായ ഈ ബറോസ് 154 മിനിറ്റ് സമയം ഈ സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. 200 കോർ ബഡ്ജറ്റുള്ളൊരു സിനിമ. ഈ സിനിമ ഒരു മുൻകാലങ്ങളിൽ നടന്ന ഒരു പഴയൊരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിനിമയും കൂടിയാണ്. പോർച്ചുഗീസുകാരൻ്റെ ഒരു സിനിമയും കൂടിയാണ്. ഒരു ഫാന്റസി ഫിലിം ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന ഡയറക്ഷൻ ഡെബ്യൂട്ട് ആൻഡ് പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ ആണ്. ആശീർവാദാണ് ഈ സിനിമ ടേക്ക് ചെയ്യുന്നത്. ദ ഫിലിം is stars Mohanlal in the territorial role alongside Maya Rayo, Wes Kesser, Lorente Rendon, Legencio, Matheus Calorio, Disaf Neria Camacho and Tuhin Man. അങ്ങനെ പല ഈ ഒരു സിനിമയ്ക്ക് കാസ്റ്റിംഗ് കുറേ പേരുണ്ട്. നമുക്കൊന്നും അറിയാത്ത നിരവധി പേർ ഈ ഒരു സിനിമയിലുണ്ട്. മാർക്ക് ഹില്ലൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ ഒരു മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. മോഹൻലാൽ പാടിയ സോങ്സ് ഇതിലുണ്ട്. അപ്പം കുട്ടികൾക്ക് വേണ്ടി എന്നൊരു ചിത്രവുമായി ഒരു മാർക്കറ്റ് ഉണ്ടാക്കി. അങ്ങനെ ഡിസംബർ 25 മോഹൻലാലിന്റെ സിനിമ അങ്ങനെ ഇതിൽ പൃഥ്വിരാജ് സുകുമാരനും ഒരു റോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് അതിന്റെ പേരിൽ മാറിയതായിരുന്നു. അപ്പോ മോഹൻലാലിന്റെ ആദ്യ സംവിധായകൻ അതിന്റെ മികച്ച അഭിപ്രായങ്ങളുമായി കുറെ പേർ പറയുന്നുണ്ട്. മലയാള ഭാഷയുടെ ഫാന്റസി ചിത്രമായി മാറും ബറോസ്. നിധികാക്കും ഭൂതം എന്ന 3D ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമാസ് ട്രഷർ നോവലിനെ അടിസ്ഥാനമാക്കി ജിജു പൊന്നൂസ് ആണ് തിരക്കഥ ചെയ്തത്. ആശീർവാദ് സിനിമ ഇതിലൂടെ ആന്റണി പെരുമ്പാവൂരാണ് ചിത്രം നിർമ്മിച്ചത്. ബറോസ് ദ മോഹൻലാൽ ഡയറക്ടർ. അപ്പോൾ അതാണ് അതിനെപ്പറ്റി മികച്ചമായി നമുക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സിനിമ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ബറോസിനെ കുറിച്ച് പറയുമ്പോൾ
വാദോദാര വർത്താനം പറയുന്ന കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. ബറോസ് ഒരു ഭൂതത്തിന്റെ കഥയാണ്. ഒരു മായ എന്ന് പറയുന്ന പെൺകുട്ടിയും ബറോസുമായുള്ള ഇമോഷണൽ ഒന്നും അത്രയില്ല. പക്ഷെ 3D എന്ന ഒരു വിഷ്വൽ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്ന അപ്ഡേറ്റ്സ്. അപ്പോൾ ആ അപ്ഡേറ്റിനോടൊപ്പം സിനിമ കണ്ടവരും അഭിപ്രായം പറയണം. എന്നാൽ നമുക്ക് സിനിമയുടെ ഒരു നല്ലൊരു അഭിപ്രായം പറയുന്നതൊന്നുമില്ല. പക്ഷെ എന്നാലും ആവറേജ് പറയുന്നത് വളരെ മോശം. ഒരു സിനിമ കണ്ടുകൊണ്ടൊരു അഭിപ്രായം പറയുക, അതാണ് എൻ്റെ ശൈലി. പക്ഷെ ഞാൻ ഇന്ന് കണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, സിനിമ നല്ലൊരു സിനിമയാണ്. നല്ലൊരു കുട്ടികളുടെ പോയിന്റിൽ ചിന്തിക്കുന്ന മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ ഒരു സ്റ്റൈലിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു സിനിമ ഉണ്ടാക്കിയതാണ്. ഏത് രീതിയിൽ അത് എഫക്ട് ചെയ്യും, ആർക്ക് യങ്ങേഴ്സിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരും കുട്ടികളായിട്ടാണ് വലിയവരാകുന്നത്. അങ്ങനെ പറഞ്ഞതായിരിക്കില്ല. എല്ലാവർക്കും കാണാനാണെങ്കിൽ കുട്ടിത്തമുള്ള വ്യക്തികൾക്ക് കാണാൻ പറ്റുമെന്നാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. അതാണ് നമ്മൾ വിശേഷിക്കേണ്ടത്. അല്ലാതെ എല്ലാവരെയും കുട്ടികളല്ല എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നത് കൊണ്ടും മോഹൻലാൽ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. അതൊരു അടിസ്ഥാനമാണ്. അതൊരു അർത്ഥം വ്യാഖ്യാനിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പൊ മോഹൻലാൽ ആന്റണി പെരുമ്പാവൂരിന്റെ കൂട്ടുകെട്ടൽ, ഇതിൽ ക്യാമിയോ റോളുമായിട്ട് പലരും വരുന്നുണ്ട്. ഈ ഒരു സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്കും ആവശ്യമുണ്ട്. ബൈ ഫോർ എവർ.